ഈ ഒരു കേക്കിനെ കണ്ടിട്ട് എന്ത് ഡിസൈനാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഡിസൈനൊന്നും അല്ല കേട്ടോ. ഈ ഒരു കേക്ക് ടോൾ കേക്കായിട്ട് ചെയ്തപ്പോൾ ശരിക്കും ചരിഞ്ഞ് ചരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ ചരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് ചരിഞ്ഞിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എടുത്ത് 2 സ്ക്രേപ്പർ 2 സൈഡിലായിട്ട് കൊടുത്ത് അതിനെ നിവർത്തി വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മുടെ ഈ ടോൾ കേക്കൊക്കെ ചരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പേടിക്കാതെ തന്നെ അതിനെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു. 1.5 kg ടോൾ കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ടർഫ്ലൈ തീം കേക്കിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കേണ്ടത്. കസ്റ്റമർ ഇതിൻ്റെ റെഫറൻസ് പിക്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വേവ്സ് ഡിസൈൻ വരയ്ക്കുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പലപ്പോഴും ഞാൻ ആ ഒരു വേവ്സ് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല ഭംഗിയായിട്ട് വരത്തില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഒരുവിധം അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ പേര് കൊടുക്കണ്ട, ബർത്ത്ഡേ ടോപ്പറും കുറച്ച് ബട്ടർഫ്ലൈസും മാത്രം വെച്ചാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് അതുകൊണ്ട് തന്നെ വെച്ചിട്ടില്ല. പിന്നെ ഈ കേക്കിൻ്റെ കൂടെ തന്നെ പേസ്ട്രീസും കൊടുക്കാനുണ്ടായിരുന്നു. 100 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൽ കൊടുത്തിട്ടുള്ള സെയിം കളർ തന്നെയാണ് അവരുടെ ഡ്രസ് കോഡും എല്ലാം. കസ്റ്റമർ നമ്മുടെ ഇവിടെ നേരിട്ട് വന്നിട്ടാണ് ഇത് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ സെയിം കളറിൽ തന്നെയായിരുന്നു അവരെ ഡ്രസ്സിങ്ങൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്കിനെ കുറിച്ച് നല്ല അഭിപ്രായവും പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കേക്കിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു എന്ന് അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.